ഞാനിപ്പോൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലോട്ടോ ടീം സർക്കിറ്റിൻ്റെ പട്ടുന്നൂരിൻ്റെ അറ്റൻഡ് വേണ്ടി പോകുന്നത്. നമ്മൾ ട്രെയിനിൽ കയറി നമ്മൾ യാത്ര തുടങ്ങി. നമുക്ക് ആദ്യം കുറ്റിപ്പുറം തസ്ലീം വളാഞ്ചേരി ടൗണും കൂടി സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിൽ ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ നേരെ പ്രോപ്പർട്ടി ചെന്നിറങ്ങി. നമ്മളെക്കായി മുന്നേ വേറെ കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ട്. നമ്മൾ ചെന്നപാട് വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ പോയി. ഞാവൽപ്പഴത്തിൻ്റെ അടിപൊളി ഡ്രിങ്ക് നമ്മൾ ഒറ്റ വലിക്കാട് കുടിച്ചു. നബീൽ ബ്രോ എല്ലാവരും വെൽക്കം ചെയ്തു. പിന്നെ നമ്മൾ ഒറ്റക്കെട്ടായി തുടങ്ങി. ജിഷ്ണു എല്ലാവർക്കും ഇൻട്രൊഡക്ഷൻ തന്നു. പിന്നെ നമ്മൾ ആംബ്രൂസ് ബ്രോ ഫാർമേഷൻ്റെ മെയിൻ ആണ് കേട്ടോ. ആൾ നമ്മളെ പോലെയല്ല, വേറെ ലെവൽ മനസ്സിലാണ്. ചിന്താഗതി തോട്ടൊക്കെ വേറെ ലെവലാണ്. അപ്പോഴേക്ക് ലഞ്ച് ടൈം ആയിട്ടോ. ഫുഡ് വരുന്ന വരെ നമ്മൾ കുറച്ച് പാട്ടും വഴിയായിരുന്നു. ഫുഡ് എത്തിയപ്പോൾ പാട്ടൊക്കെ നിർത്തി എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നു. നല്ല കുത്തരി ചോറ്, തോരനവിയലും കാളിനൊക്കെ ആയിട്ട് ആംബ്രൂസേട്ടൻ്റെ പച്ചക്കറി തോട്ടത്തിൽ പറഞ്ഞാൽ നല്ല ജൈവ പച്ചക്കറി ആയിട്ടുള്ള ഹെൽത്തി സദ്യ. ഫുഡിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ പറഞ്ഞാൽ തീരൂല, എല്ലാവരും കണ്ടോളുണ്ട്. ഫുഡ് അടി കഴിഞ്ഞ് നമ്മൾ നേരെ വർക്ക്ഷോപ്പിലോട്ട് വിട്ടു. അതിന് നമുക്ക് പേപ്പർ മേക്കിംഗ് ആയിട്ട് കാണിച്ചു തരുന്നത്. ചേച്ചി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു പേപ്പർ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ കൂടായി. നമ്മൾ അതുപോലൊക്കെ തന്നെ ചെയ്ത് നോക്കി. കുറച്ച് വെറൈറ്റി വേണ്ടി കുറച്ച് പുഷ്പങ്ങളും ആഡ് ചെയ്തു. എൻ്റെ ഫൈനൽ റിസൾട്ട് ഇതേ ഇങ്ങനെയായിരുന്നു. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അതാണ് ഇപ്പോൾ ഉണ്ടായത്. അങ്ങനെ എല്ലാവരും പേപ്പർ മേക്കിംഗ് തുടങ്ങിട്ടോ. അടുത്തത് ഓരോരുത്തർ ഇൻഡിവിജ്വൽ കഴിവ് പുറത്തെടുക്കേണ്ട ടൈം ആയിട്ടോ. ക്ലേ മോഡലിംഗ് നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കുട്ടി പല രൂപം ഉണ്ടാക്കി അവസാനം ഈ ഒരു രൂപത്തിലാക്കി വെച്ച്. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പോർട്രേറ്റ് മേക്കിംഗ് കേട്ടോ. അതിന് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് കഴിവൊന്നും വേണ്ട. കാരണം നമ്മൾ കൂടെ ഇരിക്കുന്നവർക്ക് നല്ല കഴിവുണ്ടായിരുന്നു. മൂപ്പര് നമുക്ക് നല്ല ഗൈഡൻസ് ഒക്കെ തന്നു. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫീലിംഗ് നമുക്കും കൊണ്ടുവന്ന് അവസാനത്തെ ഫൈനൽ റിസൾട്ട് ആകുമ്പോൾ ഇങ്ങനെയാണ്. വർക്ക് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ ടീ ടൈം ആയിട്ടോ. അപ്പോൾ ഇതിന് നല്ല അടിപൊളി ശംഖുപുഷ്പത്തിൻ്റെ ചായയും അതുപോലെ തന്നെ നല്ല വെറൈറ്റി സ്നാക്സും ഉണ്ട് കൂടെ. ശംഖുപുഷ്പത്തിൻ്റെ ചായ ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്നത്. ഒപ്പം ഉണ്ട് കാന്താരും ശംഖുപുഷ്പം കൂട്ടി ചമ്മന്തി അടിച്ച് ചായ കൂടി കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് കണ്ടമുട്ടിയിട്ടോ. നമ്മൾ പഴയ മെമ്മറീസൊക്കെ നമ്മൾ മനസ്സിലോട്ട് വന്നു. പന്ത് കിട്ടിയ മലപ്പുറംകാരൻ ആദ്യം എന്താ കാട്ടുക, അതന്നെ നമ്മളും കാട്ടി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി അറിയലും തേക്കലും പുളിക്കലൊക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. കണ്ടമുട്ടിലേക്ക് നേരെ ഭാരതപ്പുഴ പോയി അർമാദിക്ക് ഒരു കുളിയും പാസ്സാക്കി പ്രോപ്പർട്ടിയിൽ എത്തിയപ്പോൾ നമ്മളെയും കാത്തൊരു കലാവിരുന്ന് അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. കുടിയാട്ടം ലൈഫിലെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോഴേക്ക് ഡിന്നർ എത്തിട്ടോ. ചപ്പാത്തി മഷ്റൂം കറി നൈസൊരു വൈനും അതും കഴിച്ച് നമ്മൾ കിടന്നുറങ്ങിട്ടോ. രാവിലെ എണീറ്റപ്പോൾ കാഴ്ച ചെയ്തത് ഇതാണ് നമ്മുടെ ടെൻറ്റ്. ബെഡ് കോഫി ആയിട്ട് ചെമ്പരത്തി ചായ ആയിട്ടോ കിട്ടിയത്. അത് കുടിച്ച് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല കളർഫുൾ ബ്രേക്ക്ഫാസ്റ്റിലെ ബീട്രൂട്ട് പുട്ടും ശംഖുപുഷ്പ പുട്ടും പുയിങ്ങ പഴവും പപ്പടും. ആഹാ നല്ല ടേസ്റ്റ്, സൂപ്പർ. കളർഫുൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കളർഫുൾ ഗെയിംസ് ആയിരുന്നു. അത് നമ്മളെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി. വലിയവരും കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്തു. നല്ല മൈൻഡൊക്കെ റീഫ്രഷ് ആയിട്ടോ. ഗെയിംസ് ഒക്കെ കഴിഞ്ഞ് ലഞ്ചിന്റെ ടൈം ആയിട്ടോ. നല്ല അടിപൊളി ജീര റൈസും ചിക്കൻ കറി അത് കൂട്ടി നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് അതും. അപ്പോഴേക്ക് വൈൻഡപ്പിന്റെ ടൈം ആയിട്ടോ. കണ്ണൊക്കെ അടച്ച് കഴിഞ്ഞ 24 hours എല്ലാവരും റിമൈൻഡ് ചെയ്തു. അതിനിടെ കൂടെ നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അത് ഓപ്പൺ ചെയ്തപ്പോൾ വല്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു. കണ്ണൊക്കെ നിറഞ്ഞല്ലാതെ ത്രിലോകിന്റെ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയോട് കൂടെ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞു.